ഷെയ്നെ പറ്റി എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എനിക്കൊരു അടി തന്നിട്ടുണ്ട് ഷെയ്ൻ. ഓഫ് സ്ക്രീൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. Hello, 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 കുട്ടിച്ചാത്തൻ. Hello, 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 കുട്ടിച്ചാത്തൻ. Hello, hello. ഞങ്ങളൊക്കെ ഭയങ്കര ഓവറായിരുന്നു. ഞാൻ കാണുമായിരിക്കും ഓ എന്താണ് പക്ഷെ അന്നും ഷെയ്ൻ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇതെല്ലാം ഒരു പാർട്ടാണ്, ഈ പരിപാടിയുടെയും പാർട്ടാണ്. ഇതിലൂടെ കടന്നു പോണ്ടി വരും. ഞാൻ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു പോയി. കാര്യം ഇത്തവണത്തേതാണ് ശരിക്കും എന്നെ എഫക്റ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ബേസിക്കലി ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് ഇൻഡസ്ട്രിയിലുള്ള അധികം പേര് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മഴയത്തൊക്കെ ഇറങ്ങി നടക്കുന്ന കാണാം നമുക്ക്. മഴയത്ത് മഴയത്ത് നല്ല പാട്ടൊക്കെ പാടി ചില്ലായിട്ട് ഇറങ്ങി നടക്കുന്ന കാണാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര അതേ പോണ് എന്റെ മോൻ, ദോ പോണ് എന്റെ മോൻ, ദോ പോണ്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഷെയ്നെ ഒന്ന് അസസ് ചെയ്യാൻ പറഞ്ഞ, കാരണം സൈക്കോളജിസ്റ്റ് ആണ്. ഏറ്റവും വലിയ ഹിറ്റ് ജോഡി ഇരിപ്പുണ്ട് ഷെയ്ന്റെ, മഹിമയുണ്ട്. മരുമോൾ എങ്ങനെയുണ്ട്? അതേ എന്റെ മോൻ ചറപറ പറന്നടിക്കുന്നു, ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പുറകെ ഇങ്ങനെ നടന്ന് വീശി വീശി പോകുന്നു. എന്റെ സിദ്ധു മാറിപ്പോയി. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ഗൂഗിൾ ഓട്ടോ കൺട്രോളിന്റെ നെക്സ്റ്റ് ചോദ്യം, വൈ ഷെയ്ൻ നിഗം നോൺ ആസ് ദ സ്റ്റൈലിഷ് ആക്ടർ? എന്തുകൊണ്ടാണ് ഷെയ്ൻ ഏറ്റവും സ്റ്റൈലിഷ് ആക്ടറായിട്ട് അറിയപ്പെടുന്നത്? ഞാൻ അത്ര സ്റ്റൈലിഷ് ആണോ? ആണേ, ഭയങ്കര ഒരു ഷൈൻ്റെ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലേ, ഒരു ഷൈന് മാത്രമുള്ള, കാരണം ഈ ചീകാത്തൊരു മുടി അല്ല, ചീകിരിക്കാത്തോണ്ടാ ചേച്ചി, അത് മനസ്സിലാവണല്ലോ നിങ്ങൾക്ക്. ഞാൻ എങ്ങനെ ചീകിയാലും ഇങ്ങനെ തന്നെ വരുള്ളൂ. മുടി കുറച്ച് ചീകാറുണ്ടോ മുടി? അങ്ങനെ രാവിലെ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ചീകും, പിന്നെ ഇതേപോലെ ആവും. പക്ഷെ റോയാണ് ഇപ്പം ഗേൾസിനൊക്കെ ഇഷ്ടം, ഭയങ്കര റോ സൗന്ദര്യം. ഇപ്പൊ അങ്ങനെ ചീകി മറ്റേ അല്ലേ തെസ്റ്റി ചേച്ചി പണ്ടൊക്കെ ഇങ്ങനെ പശു നക്കിയോലൊക്കെ, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പൊ ഫുൾ റോയാണ്, അല്ലു അർജുനൊക്കെ ഫുൾ റോ. അപ്പൊ അതുകൊണ്ടാണോ ലൈക്ക്? എന്നാലും ബോധേഡ് അല്ല. വേറെ സ്റ്റൈലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ക്യാരക്ടേഴ്സിന് വേണ്ടി മുടി വെട്ടാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മുടിയും താടിയും ഞാൻ വെട്ടാറില്ല. എനിക്കത് അങ്ങനെ ഒരു മൈൻഡ് പൊതുവെ കുറവാണ്. ഈ പുറത്ത് മുടി പിടിപ്പിക്കുന്ന പരിപാടികൾ പൊതുവെ അതിന് വേണ്ടിയിട്ട് അധികം ടൈം അങ്ങനെ കൊടുക്കാറില്ല. വേറെ അല്ല സ്റ്റൈലിസ്റ്റ് അങ്ങനെ ഒരാൾ കൂടെ ഒന്നും ഇല്ല. ഇപ്പൊ കഥാപാത്രത്തിന് വേണ്ടി ചെയ്യും, കഥാപാത്രത്തിന് വേണ്ടി ചെയ്യാം. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഭയങ്കര അങ്ങനെ ഒരു പരിപാടിക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട്, നിർബന്ധമായ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ല താടി എടുക്കുന്നതാണോ താടി വെച്ച് ചെയ്യുന്നതാണോ ഷെയ്ന് കൂടുതൽ കംഫർട്ട് ആയിട്ട് തോന്നില്ല? എന്നെ കാണാൻ ഇതിൽ കൊള്ളാം എന്നൊരു തോന്നല്, വിത്ത് താടി ഓർ വിത്തൗട്ട് താടി? നേരിയ താടി, ചെറിയ താടി, ചെറിയൊരു ബിയാർഡ് അല്ലേ? വെരി നൈസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം, ഷെയ്ൻ നിഗം മാസ് ഹീറോ? ഷെയ്ൻ നിഗം ഒരു മാസ് ഹീറോ ആണ്. കാരണം RDX കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ, ആന്ധ്രയിൽ നിന്നൊക്കെ ഒരുപാട് ആരാധകരാണ് തേടിയെത്തുന്നത്. അപ്പൊ അവരൊക്കെ സെർച്ച് ചെയ്തതാകാം മാസ് ഹീറോ ആണോ? മാസ് ഹീറോ ആണോ? അല്ല, ഈ RDXലാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തേക്കണത്. അതിനു മുമ്പ് വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ റിയൽ ലൈഫിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് അല്ലേ ചെയ്തേക്കണത്. RDX ഒരു പൊടിക്ക് ഓവർ ദ ടോപ്പ് പടമല്ലേ, അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പരിപാടിയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് അറിയോ, കുറച്ചും കൂടെ ജനകീയമായിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ RDX, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിലവിൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന ടൈപ്പ് സിനിമ, ഇപ്പോൾ ലിറ്റിൽ ആർട്സ് പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പടം ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ജനങ്ങളിലേക്ക്, മാസിന്റെ ഇടയിലേക്ക് കുറച്ചും കൂടെ എത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇനി അങ്ങനെയുള്ള പടങ്ങളാണോ കൂടുതലും ഫോക്കസ് ചെയ്യുക? അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടി ടൈമും എഫേർട്ടും കിട്ടുന്നത് നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അതൊക്കെ റിസൾട്ട് നമുക്ക് തരും എന്നുള്ളതല്ലേ? എല്ലാം എന്നല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ചേച്ചി. ഒരു പടം നമുക്ക് ഇപ്പൊ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും പക്ഷെ ഞാനിപ്പോ കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നത് അത്രയും സ്പേസും കൂടെ ആയി. കാര്യം മൈൻഡും കുറച്ചും കൂടെ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇന്റൻസ് സാധനങ്ങൾ ചെയ്തിട്ട് ഞാനും കുറച്ചൊന്ന് മടുത്തു. അയ്യോ, അങ്ങനെയല്ല, ചെയ്യില്ല എന്നുള്ളതല്ല, അതാത് സിനിമകൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. പക്ഷെ അത് മാത്രമുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നില്ല. ഇപ്പൊ എല്ലാ സിനിമയിലും ഫുൾ ടൈം ഹാപ്പി മൂഡ് ആവണമെന്നില്ലല്ലോ, ഏറ്റവും ഇതുണ്ടാവുമല്ലോ. അതേപോലെ ഓക്കെ. അപ്പൊ അടുത്ത ഷെയ്ൻ മച്ചാനെ പറ്റി ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോദ്യം ഇത്തിരി വലിയ ചോദ്യമാണെന്ന് തോന്നുന്നല്ലോ. ഷെയ്ൻ നിഗംസ് ബിഗ്ഗസ്റ്റ് കോൺട്രവേഴ്സി? ബിഗ്ഗസ്റ്റ് അതൊന്നുമില്ല, ഇതെടുത്ത് മറ്റേ വെയിങ് മെഷീൻ വെച്ച് അളന്ന് നോക്കേണ്ടിയിരുന്നു, കുറെ ഉണ്ടായോണ്ട്. കുറച്ച് കൂടുതലായി പോയി, എക്സാഗ്രേറ്റ് ചെയ്തായിട്ടാണെങ്കിലും ഇപ്പൊ മീഡിയാസ് ആണെങ്കിലും കുറച്ച് കൂടുതലായി പോയി എന്ന് തോന്നിയ ഒരു കോൺട്രവേഴ്സി ഏതായിരിക്കും?
അതിപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലായി പോയെന്ന് തോന്നിയിട്ടുള്ളത് ലാസ്റ്റത്തെ കോൺട്രവേഴ്സിയാണ് RDX ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിനകത്തൊരു കോൺട്രവേഴ്സിയുടെ പോലും ഡിമാൻഡ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് ചുമ്മാ ആവശ്യമില്ലാത്തൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ പോലെ ആ സമയത്ത് ഞാൻ ഒരു മൗനം പാലിച്ചായിരുന്നു. കാര്യം ആ മൗനമായിട്ട് ഇരിക്കാൻ തന്നെ ഇച്ചിരി പാടായിരുന്നു. കാര്യം വേറെ ഒന്നുമില്ല, ഇത് എന്തൊക്കെയാണ് ഇവർ പറയണം എന്നുള്ളൊരു മൂഡിലായിപ്പോയി. പിന്നെ ഞാൻ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ആ പടത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു സാധനം പൊതുവെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ഡൗൺ ആയിപ്പോയി. എനിക്ക് ഒരു ജനങ്ങളോട് വന്നിട്ട് എല്ലാം കുറേ പേര് പറഞ്ഞു മീഡിയാസിൽ വന്ന് അതൊന്നും പറയാം. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, ഞാൻ ഓർത്ത് പോട്ടായി. ഇപ്പോൾ ഈ ഒരു സീസണിൽ അങ്ങനെ ആൾക്കാർ പറയട്ടെ, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അതിന് മാത്രം ഡിമാൻഡ് ചെയ്യുന്നൊരു പ്രശ്നമേ ആ സിനിമയിലായിട്ട് ഉണ്ടായിട്ടില്ല. കാര്യം ഏപ്രിൽ 13 ഷൂട്ടും കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും ബാക്കപ്പ് ഫോട്ടോ ഒക്കെ നിന്നിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞൊരു സെറ്റിൽ നിന്ന് ആ കുറച്ചൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നതാണ്, ഞാനും നിങ്ങൾ ജനങ്ങളെപ്പോലെ തന്നെ അറിഞ്ഞത്. ഞാനിങ്ങനെ ഒരു സംഭവം എന്നെ ബാൻ ചെയ്യുന്നു എന്നുള്ള പരിപാടി ഞാൻ അറിയുന്നത് ഒരാളെന്നെ വിളിച്ചു ചോദിക്കുന്നത് ഷെയ്ൻ നിഗമനെ ബാൻ ചെയ്തല്ലോ. ഞാൻ എന്തിനാ ബാൻ ചെയ്യണം, എന്താ സംഭവം, എന്താ അങ്ങനെ ബാൻ ചെയ്യാൻ മാത്രമുള്ളൊരു പരിപാടിയൊക്കെ എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇതെല്ലാം ഒരു പാർട്ടാണ്, ഈ പരിപാടിയുടെയും പാർട്ടാണ്. ഇതിലൂടെ കടന്നു പോണ്ടി വരും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അതല്ല, എനിക്കതിൽ ഏറ്റവും ഷെയ്നിന് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും വന്നത് നമ്മുടെ സൈഡ് കാണിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തും. ഷെയ്ൻ അത് നിന്നേയില്ല. അല്ല, ഇപ്പൊ അതിന് മുമ്പ് ഉണ്ടായിരുന്ന മുടി വെട്ടിയ പ്രശ്നം, അത് ഞാൻ അവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു, അതുപോലൊക്കെ ഉണ്ടായി. അതിൽ നിന്നും ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈൻ മാത്രം വായിക്കാനേ സമയമുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഹെഡ്ലൈൻ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അവിടെ പറഞ്ഞ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയണ്ട. 10 പേര് എന്താണോ പറയുന്നത് 11ാമത്തെ ആളും അത് പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ 10 പേരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. ആ 10 പേരെയും പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഇതാണ് നടന്നതെന്ന് പറയാൻ ഉള്ള സാഹചര്യം നമുക്കില്ല. അതിനപ്പുറത്തേക്കും നമ്മളിപ്പോൾ പോയിട്ട് മീഡിയയിലൊക്കെ ഇതാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ് ദി എൻ്റെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ചായക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ്. അവർക്കും അവരുടേതായ ജീവിതങ്ങളുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞ് പ്രശ്നമായി അതായി ഇതായി മറ്റേതായി മറിച്ചായി വെറുതെ കുറെ ടൈം പോകാന്നല്ലാണ്ട് പറയാൻ ഒരു കാര്യമില്ല. ഫേസ് എങ്ങനെയാണ് ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എൻ ആക്ടർ അത് എങ്ങനെ ക്രോസ് ചെയ്ത് പോയി? കാരണം കുറച്ച് നാൾ ആ ഒരു കോൺട്രവേഴ്സി മീഡിയാസ് അത് ക്യാരി ചെയ്തു. കാരണം ഷെയ്ൻ എന്ന് പറയുന്ന അത്രയും മലയാളത്തിന് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു താരമാണ്. ഞാൻ വളരെ ഉൾവലിഞ്ഞു പോയി. ആണല്ലേ? ഞാൻ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു പോയി. കാര്യം ഇത്തവണത്തെ ശരിക്കും എന്നെ എഫക്റ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത്തവണ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. കാര്യം ആ പടത്തിൽ വർക്ക് ചെയ്തവരൊക്കെ തന്നെ അവരോടൊക്കെ തന്നെ അന്വേഷിച്ചാൽ അവിടെ വർക്ക് ചെയ്ത സാധാരണ ആൾക്കാരോട് ഞാൻ ഏത് രീതിയിലാണ് പടത്തിൽ വർക്ക് ചെയ്തതെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇത് ആവശ്യമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങൾ എങ്ങനെയാണ് ഇതിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് അതിനൊരു പൂർണ്ണമായൊരു ഉത്തരവില്ല. പിന്നെ കടന്നു പോയാലേ പറ്റുള്ളൂ അറ്റ് ദി എൻഡ്. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് RDXൻ്റെ ഈ ഇങ്ങനൊരു സക്സസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചൊരു നല്ലൊരു പ്രതീക്ഷയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുള്ളൂ. അല്ല, എന്നാൽ ഈ കൂടെ നിന്നവരെ എന്നെ പിന്തിരിഞ്ഞു അല്ലെങ്കിൽ എനിക്കെതിരെ ഒന്ന് ടാർജറ്റ് ആയി എന്നല്ല, ഭയങ്കരമായിട്ട് ടാർജറ്റഡ് ആയതുപോലെ ഞങ്ങൾക്ക് ഷെയ്നെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ പേർക്ക് തോന്നി. ഷെയ്നെ എന്തോ എല്ലാവരും കൂടി അങ്ങ് ഒറ്റപ്പെടുത്തിയിട്ട് ഷെയ്നെ മാത്രം ഫോക്കസ് ചെയ്ത് തോന്നിയല്ല, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ കാരണം ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെല്ലാം എൻ്റെ അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും ഷെയ്ൻ്റെ ഭയങ്കര ആരാധകരാണ്. കാരണം ഈ സമയത്ത് വന്നതിലും മലയാളത്തിലെ ഏറ്റവും തെളിയിച്ചൊരു ആക്ടർ കൂടിയാണ് ഷെയ്ൻ. അപ്പം ഷെയ്നെ ടാർജറ്റ് ചെയ്തൊരു വലിയ ടീം പുറത്തുള്ളതായിട്ട് ഒരു തോന്നൽ വന്നോ ഷെയ്ന്? അത് ഇത്തവണ എനിക്ക് ക്ലിയറായി അങ്ങനെ ഉണ്ടെന്ന്. ഇത്തവണത്തെ വിഷയത്തിൽ എനിക്ക് ക്ലിയറായി, അത് വളരെ വ്യക്തമാണിപ്പോൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഈ ഒപ്പം നിൽക്കുന്നവരെ പോലെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തായിരിക്കും അതിൽ നിന്ന് പഠിച്ചൊരു ലെസൺ എന്തായിരിക്കും ഷെയ്ന? അല്ല, ബേസിക്കലി ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് ഇൻഡസ്ട്രിയിലുള്ള അധികം പേര് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് വലിയ സത്യാവസ്ഥയൊന്നും ഇല്ല അതിന്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഏറ്റവും കൂടുതൽ ഇന്നും പ്രൊഡ്യൂസേഴ്സ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന താരവും ഷെയ്ൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ തമിഴിലേക്കാണ് ഇനി ഷെയ്ൻ പോകാൻ പോകുന്നത്, അല്ലേ? മലയാളത്തിൽ നിന്ന് തമിഴിൻ്റെ എനിക്ക് തോന്നുന്നു തമിഴിൽ ഭയങ്കരമായിട്ട് ഷെയ്നെ റിലേറ്റ് ചെയ്യും കേട്ടോ. കാരണം അവർക്ക് ഈ ഒരു റോ സൗന്ദര്യമൊക്കെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനായോ? അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വന്നായിരുന്നു. ടൈറ്റിൽ വന്നത് മദ്രാസ്കാരൻ എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ കലേരസൻ എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, പുള്ളി അതിനകത്ത് വില്ലനാണ്, ആൻറ്റഗണിസ്റ്റാണ്. പിന്നെ ഹീറോയിനായിട്ട് വരുന്നത് നിഹാരിക കൊനിദില എന്ന് പറഞ്ഞൊരു നടിയാണ്. ഈ കൊനിദിലയുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ അറിയില്ല. ആണോ? ആണ്, കാരണം മഹിമ ഈസ് ടു മച്ച് ഇൻ ടു തമിഴ് സിനിമ. കാരണം കഴിഞ്ഞോണ്ട് തന്നെ ചന്ദ്രമുഖിയിലെ മഹിമയുടെ ക്യാരക്ടർ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്നാണ്. ഏത് രീതിയിൽ ഏറ്റെടുത്തു?
കാരണം അത് ഞങ്ങൾ കുറച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ, അപ്പൊ ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ മഹിമയുടെ ട്രോളാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. കാരണം അതിൽ ലോറൻസ് മഹിമേനെ ഇങ്ങനെ പൊക്കി മാറ്റുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. എനിക്കത് ഇന്ന് വരെ മനസ്സിലായി. ലോറൻസ് ആണോ പൊക്കി മാറ്റണേ? ആ, ലോറൻസ് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മാസ്റ്റർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇറക്കും. അതാ മഹിമയ്ക്ക് ഇത്രയും എനിക്ക് ഫെദർ ടച്ച്. അല്ല, ഞാൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ തട്ടിയെടുത്തതാ. അടിപൊളി. അതുകൊണ്ട് അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ തമിഴ്. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. So, Milestone Makers presenting Shine Up with Shane Nigam, a greet and meet event. ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ബെയ്റ്റ് ഹോംസ് 4 powered by Harviora, event partners Daksh Events and refreshment partner VKS Blue Bee. അപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവന്റ് ആയതുകൊണ്ട് എന്നെ മീറ്റ് ചെയ്യാനും ഗ്രീറ്റ് ചെയ്യാനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാനുമായിട്ട് ഷെയ്ന് അങ്ങനെയല്ല, സ്നേഹം സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് ഷെയ്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാനൊന്ന് കൊണ്ടുവരട്ടെ. ഷെയ്നെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഷെയ്ൻ്റെ അമ്മയാണ്. ഷെയ്ൻ്റെ അമ്മേനെയാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഷെയ്ൻ്റെ അമ്മേനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അതെ, വെയിൽ എന്ന സിനിമയിലെ ഷെയ്ൻ നിഗം ചെയ്ത ക്യാരക്ടറിന്റെ അമ്മയാണ് ഇരിക്കുന്നത്. ചേച്ചി, ശ്രീരേഖ ചേച്ചി, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ഷൈൻ അപ്പ് വിത്ത് ഷെയ്ൻ നിഗം. താങ്ക് യു മീര. മകനുമായിട്ട് ഇതേ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എത്ര ഹാപ്പിയാണ്? അവൻ കുറച്ചുകൂടെ പൊക്കം വെച്ചു, ഗ്ലാമറായി. പിന്നെ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പൊക്കം മീൻസ് ആ പൊക്കം അല്ല കേട്ടോ. മനസ്സിലായി. ഒരു സൈസ് അതുമല്ല, പിന്നെ കുറച്ചുകൂടെ ജീവിതത്തിലേക്ക് ഒരു പൊക്കം, ഒരു തലപ്പൊക്കം. അത് കറക്റ്റ്. ഇപ്പൊ അല്ലെങ്കിൽ പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചാണ്. അപ്പോൾ പിന്നെ ഒരു മോൻ്റെ വളർച്ച മാറുമെന്ന് കാണുക എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു മീര. വെയിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നാ കാണുന്നത്. സത്യം. കാരണം സെറ്റിൽ പോലും ഇവർ അമ്മേന്നാ ഷെയ്ൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ഇൻ്റർവ്യൂസിൽ വായിച്ചു, ചേച്ചിയുടെ ഇൻ്റർവ്യൂവിൽ. കാരണം സ്റ്റേറ്റ് അവാർഡ് ചേച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. മികച്ച 2ാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡാണ് വെയിൽ എന്ന സിനിമയിലൂടെ ചേച്ചിക്ക് ലഭിച്ചത്. അപ്പം അന്ന് ചേച്ചിയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ നോക്കുമ്പോൾ ചേച്ചി പറയായിരുന്നു, അമ്മേന്നാണ് അവൻ എന്നെ കൂടുതൽ സമയം വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ ഒരു ബോണ്ടിങ് ആയിരുന്നു നമ്മൾ തമ്മിൽ. അയ്യോ ചേച്ചി പക്ഷെ നേരിട്ട് മേക്കപ്പ് ഇല്ലാതെ കണ്ടപ്പോൾ ഭയങ്കര ചെറുപ്പം. ഈ ചെറുപ്പക്കാരിയായ ഈ ചേച്ചീനെയാണോ നിങ്ങൾ അമ്മയാക്കിയത്? ഈ ഗ്ലാമർ നിങ്ങൾ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചു? കുറച്ചുകൂടി നല്ല സൈക്കോളജിസ്റ്റാണ്. അതിൽ നിന്ന് എന്നാലും ഷെയ്നുമായിട്ടുള്ളൊരു മെമ്മറി, അന്നത്തെ വെയിലിൻ്റെ ഓർമ്മകൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? ധൈര്യമായിട്ട് പറയൂ. അല്ല, അത് വെയിൽ ഒരു കമ്പാരിറ്റീവ്ലി സ്റ്റാർട്ടിങ് മൂവിയാണ്. അപ്പം അതിൽ ആദ്യ ദിവസം ഞാൻ ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ ഷെയ്നെ വിളിച്ചത് അമ്മ എന്ന് തന്നെയാണ്. അതുകൊണ്ട് അമ്മ, പിന്നെ വേറൊരു ബന്ധം കൂടെയുണ്ട് ഞങ്ങൾ തമ്മിൽ. അബികയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മിന്നുകെട്ട് എന്ന സീരിയലിൽ. എൻ്റെ പേര് അല്ലേ, അബികയുടെ പേര് ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ശരിക്കൊരു ഫാമിലി മാറ്ററായി വെയിൽ. പിന്നെ 1-2 സീക്വൻസിൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ചില ഇമോഷണൽ സീക്വൻസിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാനിങ്ങനെ എന്താണ് അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തല്ലുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ശരിക്കും അടി കൊടുത്തോ? അടി കൊടുത്തു, എന്നോട് പറഞ്ഞു, അടിക്കാൻ പറഞ്ഞു. പക്ഷേ പിന്നെ അതെത്ര തവണ കള്ളത്തരം സിനിമയിൽ അങ്ങനെ നമ്മൾ അധികം കള്ളത്തരം കാണിച്ചത് ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. അടിക്കണൊക്കെ ശരിക്കും അടിക്കണുണ്ട്. നമ്മളത് നന്നായിട്ട് റീടേക്കും പോയി. അതൊരു വേറൊരു സീൻ അത്രയും പോയിട്ടില്ല. കറക്റ്റ് അടിക്കുന്ന പോർഷൻ മാത്രം 2-3 പ്രാവശ്യം പോയി. കിട്ടണ്ടായിരുന്നു അത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ ഷെയ്ൻ നേരെ വന്നിട്ട് അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ വെച്ചാൽ തീർന്നു. അപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, വയ്യ തലോടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വരാൻ പോയപ്പോഴത്തേക്കും ഷെയ്ൻ കെട്ടിപ്പിടിച്ചിട്ട് അതൊരു വല്ലാത്തൊരു ഇമോഷണൽ മൂമെൻ്റ് ആയിരുന്നു അത് ശരിക്കും. അപ്പോൾ നമുക്ക് കുറേ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റി. ഒരമ്മ മകൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ആണല്ലേ? അങ്ങനെ തന്നെയാണ്. ആ ഒരു അങ്ങനത്തെ ഒരു തല്ലല്ല, ഇങ്ങനെ തല്ലിയല്ലേ വല്ലാത്ത നമുക്ക് തല്ലി ഒന്ന് പറഞ്ഞാൽ കേൾക്കൊന്നും ഇല്ല ആള്.
എനിക്ക് തോന്നുന്നു അതുമല്ലേ ഈ ഒരു ക്യാരക്ടർ ആവുന്നതിന് മുമ്പ് ഷെയ്ൻ ഇങ്ങനെ ഉൾവലിഞ്ഞ് മാറിയിരുന്ന് ആ ക്യാരക്ടറിലേക്ക് ഇങ്ങനെ താതാത്മ്യം പ്രാപിക്കാന്നൊരു സംഭവം ചെയ്യാറുണ്ടോ? അതോ പെട്ടെന്ന് വെറുതെ ചില്ലായിട്ടിരുന്നിട്ട് സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ പറയുമ്പോൾ ചാടിക്കേറി ക്യാരക്ടർ ആവുകയാണോ? എങ്ങനെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ? അത് ഷെയ്നിന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. മൂഡ് പോലെ ഇരിക്കും. ചില സമയത്തൊക്കെ അങ്ങനെയാണ്. ചില സമയത്ത് എവിടെയൊക്കെ ഇപ്പോൾ മഴയത്തൊക്കെ ഇറങ്ങി നടക്കുന്ന കാണാം നമുക്ക്. മഴയത്ത് മഴയത്ത് നല്ല പാട്ടൊക്കെ പാടി ചില്ലായിട്ട് ഇറങ്ങി നടക്കുന്ന കാണാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര ദേ പോണ എൻ്റെ മോൻ, ദോ പോണ് എൻ്റെ മോൻ, ദോ പോണ് മഴയത്ത് ദോ പോണു. ആരെങ്കിലും നല്ലോണം കലക്കി ഒരു ഹോർലിക്സ് കൊണ്ടുവന്ന് ഞാൻ ആലോചിച്ചു. തിരുവനന്തപുരം ഭാഗത്താണോ? അല്ല, ഞാൻ ആലപ്പുഴക്കാരിയാണ്. ആലപ്പുഴയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സാറിന് ഞങ്ങൾ തിരുവനന്തപുരത്താരാ പറയാം, ദോ പോണ് മോനെ നിന്റെ മോൻ. അല്ല, അപ്പോഴത്തെ എൻ്റെ ഒരു മനോഭാവം വെച്ചിട്ട് അങ്ങനെയും പറയാൻ പറ്റുമോ? ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് പാട്ടൊക്കെ കേട്ടിട്ട് ആള് ഭയങ്കര കൂളായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നല്ല മഴയത്ത് ഇറങ്ങി അങ്ങ് പോവാ. ഷെയ്ൻ എവിടെ? ദോ പോണു. എന്താ അതങ്ങനെ? യു എൻജോയ് റെയിൻ? അല്ല, ആ സമയത്ത് ഇതെല്ലാം ആ കഥാപാത്രത്തിന്റെ ലോകത്തുള്ള സഞ്ചാരമാണ്. ആണല്ലേ? അതപ്പം അങ്ങനെ അങ്ങോട്ട് പോണതാ. അല്ല, എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ആ സീനിൽ മഴ അങ്ങനെ എന്തെങ്കിലും മഴ നനഞ്ഞ് പോകണം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പം പിന്നെ എനിക്ക് എന്തായാലും നനഞ്ഞിരിക്കണതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ കുറച്ച് മഴയും കൊള്ളാം, ഇടയ്ക്കൊക്കെ അല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു. സത്യത്തിൽ നമുക്ക് അസൂയ തോന്നാറുണ്ട്. മോൻ മഴ നനയുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്നിട്ടും. എന്നാലും സെറ്റിൽ ഷെയ്ൻ എങ്ങനെയാണ്? ഭയങ്കര സൈലന്റ് ആണോ? ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമാണോ? കാരണം തളപതി വിജയുടെ ഒക്കെ കേട്ടിട്ടുണ്ട്, മിണ്ടാതെ ഒരു സൈഡിലേക്ക് എനിക്ക് അങ്ങനെ ഒരു സ്ഥായിയായ ഒരു പ്രവണത ഇല്ല. അതാണ് അതിന്റെ ഒരു സത്യം. ഭയങ്കര ബഹളക്കാരനും അല്ല. എല്ലാം ഉണ്ട് എൻ്റെ ഇടയിൽ. മിക്സ്ഡ് ആണ്. എൻ്റെ മോൻ മിക്സ്ഡ് ആണ്. എന്നാലും മിക്സഡ് ന്യൂഡിൽസ്. എന്നാൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഷെയ്നെ ഒന്ന് അസസ് ചെയ്യാൻ പറഞ്ഞ, കാരണം സൈക്കോളജിസ്റ്റ് ആണ്, ഒന്നുമില്ല, ഷെയ്നെ ഒന്ന് അസസ് ചെയ്താൽ, ഷെയ്ൻ എന്ന് പറയുന്ന ആള് മാത്രമേ ഉള്ളൂ, മകൻ എന്നുള്ളത് ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് ശ്രീരേഖ ചേച്ചി നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. എങ്ങനെ അസസ് ചെയ്യും ഷെയ്നെ? വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര കൂളസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാ സമയത്തും കൂളായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പല ഭാവങ്ങളില്ലേ, അതുപോലെ ഷെയ്ന് പല ഭാവങ്ങളുണ്ട്. അതിൽ മിക്ക സമയം നമ്മൾ ഈ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കുറേ കൂടി നാച്ചുറലായിട്ടുള്ള ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കണ്ടിരിക്കാനൊക്കെ. നല്ല രസമാണല്ലോ. അങ്ങനെ ഒരു സ്ഥിരം എനിക്ക് തോന്നുന്നില്ല ചേച്ചി. അങ്ങനെ എല്ലാവർക്കും ഒരൊറ്റ രീതിയിലുള്ള ഒരു ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമായിരിക്കും അത്. അല്ലാതെ എല്ലാവർക്കും ഉണ്ടാവില്ല വേരിയേഷൻ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട്. ഇപ്പം പിന്നെ മനുഷ്യർക്കും അത് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ നേച്ചറിലേക്ക് നോക്ക്. രാവിലെ പോലെയാണ് ഒരു വൈകുന്നേരം ഇരിക്കുന്നത്, അല്ലല്ലോ, മാറുന്നില്ല. അതേപോലെ മനുഷ്യർക്കും ആ മാറ്റങ്ങൾ, ആ മൂഡിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. അത് പ്രകൃതിയുടെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അത് സംഭവിക്കും. ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര കൂളായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഷെയ്നുമായിട്ട് ഇത്രയും സമയം ഇരുന്നപ്പോഴേ. എന്തായാലും ഏറ്റവും വലിയ ഹിറ്റ് ജോഡി ഇരിപ്പുണ്ട് ഷെയ്ൻ്റെ. മഹിമയുണ്ട്. മരുമോൾ എങ്ങനെയുണ്ട്? അങ്ങനെയല്ല കേട്ടോ, വെയിൽ എന്ന സിനിമയിലെ ഷെയ്ൻ്റെ അമ്മ എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഇത് കണക്ട് ചെയ്യണം. വെയിൽ നിന്ന് RDXലേക്ക് അല്ല ലിറ്റിൽ ആർട്സിലേക്ക് ഇപ്പൊ ഒരു പാലം ഇടേണ്ടി വരും. അതെ. അല്ല, അപ്പൊ ശരിക്കും വെയില് എന്റെ വേറൊരു മരുമോളുണ്ടായിരുന്നു. അതിനെന്ത് പറ്റി? അതെന്ത് പറ്റി? സോനയെ പറ്റി. സോനയെ പറ്റി. സോനയ്ക്ക് എന്ത് പറ്റി? ഭയങ്കര പ്രണയത്തിലായിരുന്നു. അത് നിങ്ങൾ ഒന്നിച്ചോ അതോ പിരിഞ്ഞോ? ബ്രേക്കപ്പ് ആയോ? ഞങ്ങൾ അന്ന് പിരിഞ്ഞല്ല, ചേട്ടന് വേണ്ടിട്ട് ഞാൻ ഇതായല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആ പടത്തിലൊരു ഇയാളൊരു ഇച്ചിരി ഡിപ്രഷൻ പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ്. അയാളെ തന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഈ സിദ്ധുവിന്. അത് കണ്ടവർക്ക് അറിയാൻ പറ്റും എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ആ പടത്തിനെ പറ്റി അങ്ങനെ പറയുന്നത്. അയാൾ എപ്പോഴും റെസിസ്റ്റൻസിലാണ്. അയാൾ അക്സെപ്റ്റൻസിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. അയാൾക്ക് ചിലപ്പോൾ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പിന്നെ ഒന്ന് സോനനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ കഥാപാത്രത്തിന് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ പിന്നെയും ഇഷ്ടത്തിലായേക്കാം. അങ്ങനെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. എന്നെ കാണുന്നത് RDXലാണ്. അപ്പം അപ്പോഴും ഞാൻ ചിന്തിച്ചു, ദേ എൻ്റെ മോൻ ചറപറ പറന്നടിക്കുന്നു, ഡാൻസൊക്കെ കളിച്ചിട്ട് പുറകെ ഇങ്ങനെ നടന്ന് വീശി പോകുന്നു. എൻ്റെ സിദ്ധു മാറിപ്പോയി. ഇതെൻ്റെ സിദ്ധു അല്ല, ഇത് വേറെ ഏതോ എൻ്റെ സിദ്ധു ഇങ്ങനെയല്ല. എൻ്റെ ടിവിയുടെ റിമോട്ടൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് എൻ്റെ മോനല്ല ഞാൻ അവിടെ കണ്ടത്, പക്ക ഒരു വേറൊരാള്. അപ്പം അന്ന് ഞാൻ തല്ലിയപ്പോൾ ആ സിദ്ധു ഈ സിദ്ധു ആവാതിരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എയറിലേക്ക് പോയേനെ, ഒറ്റ പഞ്ചിന് ചവിട്ടി തെറിപ്പിച്ചെന്നെ. അതാണ്. പിന്നെ പുതിയ മരുമകളല്ല, എൻ്റെ പുതിയ അല്ലേ, എൻ്റെ മകൻ്റെ ഫ്രണ്ട്
യെസ്, മകന്റെ ഫ്രണ്ട്. മകന്റെ ഫ്രണ്ടിനെ എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. RDXൽ ഭയങ്കര ഇഷ്ടമായി, തകർത്തു. അടിപൊളി അടിപൊളി. അപ്പോൾ ചേച്ചിക്ക് ഒരു വലിയ കൈയടി കൊടുക്കുകയാണ്. കാര്യം വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഷെയിൻ്റെ ഇങ്ങനെയൊരു ഷോ ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞോണ്ടേ ചേച്ചി പറഞ്ഞു, എൻ്റെ മോനല്ലേ, ഞാൻ കാണാൻ വരും, നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്തായത്, ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇങ്ങനെ എന്നെ മുന്നോട്ട് ഇത്ര സുന്ദരിയായിട്ട് പോട്ടെ, അത്രേ പറയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു മീര, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ഷൈൻ അപ്പ് വിത്ത് ഷെയ്ൻ നിഗം. ഞങ്ങളുടെ എ ഗ്രേറ്റ് ആൻഡ് മീറ്റ് ഇവൻറ്റ്. ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസർ ബെയ്റ്റ് ഹോംസ് ഫോർ പവേർഡ് ബൈ ഹാർവിയോര. ഞങ്ങളുടെ ഇവൻറ്റ് പാർട്ട്ണർ ദക്ഷ് ഇവൻറ്റ്സ് ആൻഡ് ഞങ്ങളുടെ റിഫ്രഷ്മെൻറ്റ് പാർട്ട്ണർ VKS ബ്ലൂബി. സോ ഷെയ്ൻ നിഗം, മലയാളത്തിൻ്റെ ദ കറൻറ്റ് സെൻസേഷണൽ ഹീറോ ഷെയ്ൻ നിഗം ഇസ് ഓൾ ഹിയർ. ഷെയ്ൻ, ഞങ്ങൾ ബാക്ക് ടു ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. ഞങ്ങളിങ്ങനെ ഷെയ്നെ ഞാനൊന്ന് വലിച്ചുകൊണ്ട് പോകാൻ പോവാണേ. കുറച്ച് ഫോട്ടോസ് കണ്ടാലോ? റെഡി? കാണാം, നമുക്ക് കുട്ടി ഷെയ്നെ കാണാം. തെസ്നി ചേച്ചി പറഞ്ഞ പോലെ പണ്ട് 4 വയസ്സിലോട്ട് എന്നെ എല്ലാം ചെയ്തു തുടങ്ങിയ ഷെയ്ൻ്റെ. യെസ് പ്ലീസ്. ഇതില് ഷെയ്ൻ എവിടെയെന്ന് തെസ്നി ചേച്ചി, ഷെയ്ൻ എന്തിയേ ഇതില്? സ്പെക്സ് ഉള്ള ഷെയ്ൻ. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലെ സീരിയല് കുട്ടിച്ചാത്തൻ. നമ്മുടെ നീരജന്റെ അനിയന നവനീത്. നമ്മുടെ നീരജ് മാധവിന്റെ അനിയൻ. ആ, നീരജിന്റെ അനിയൻ. ഇത് അഭിരാമി സുരേഷ്, നമ്മുടെ അമൃത സുരേഷിന്റെ അമൃത ചേച്ചിയുടെ മറ്റേ അഭയ് എന്ന് പറഞ്ഞ BG തമ്പി സാറിന്റെ മോൻ ആണോ? ആ, ശ്രദ്ധ ഗോകുൽ ഇപ്പൊ ലാസ്റ്റ് ഒരു സിനിമയിലും ഇപ്പൊ വന്നിട്ടുണ്ട് മലയാളത്തില്. ആണല്ലേ? ഇങ്ങനെ ഇത്രയും ഓർത്തൊക്കെ വെക്കുന്നേ എല്ലാം. പിന്നെ എനിക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ആണെന്ന് തോന്നി, ഇതൊക്കെ എനിക്ക് ഫുൾ മെമ്മറി. ഇനി അടുത്തൊരു ഫോട്ടോയും കൂടെ കണ്ടു നോക്കാം. ആ, അടിപൊളി. ശ്രദ്ധ, അഭിരാമി ആൻഡ് ഷെയ്ൻ ഇസ് ഓൾ ഹിയർ. കണ്ണാടിയൊക്കെ വെച്ചിട്ടല്ലേ, ഭയങ്കര പാവം പോലെ ഇരിക്കുന്നു ഷെയ്ന്. ഇത് മറ്റേ ഹാരി പോട്ടറിന്റെ ഫാനായിട്ടാണ് ഇയാള്. വിവേക്. അതാണ് വിവി. അപ്പോ കുട്ടിച്ചാത്തൻ ആൻഡ് ഫ്രണ്ട്സ്. കുട്ടിച്ചാത്തൻ ആൻഡ് ഫ്രണ്ട്സ്. ഹലോ കുട്ടിച്ചാത്തൻ എന്നാണ് ടൈറ്റിൽ. ഏഷ്യാനെറ്റിൽ വന്ന സീരിയൽ. അപ്പം ഞാൻ ഇതിൽ 8th-ലും 9th-ലും 8th വെക്കേഷനിലും 8th പഠിക്കുമ്പോൾ ഉള്ള സമ്മർ വെക്കേഷനിലും പിന്നെ 9th പഠിക്കുമ്പോഴുള്ള വെക്കേഷനിലും അഭിനയിച്ചു. അതാണ് 2 പാർട്ടായിട്ട് വന്നത്. പക്ഷെ സീരിയൽ സെമ്മ ഹിറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരാളുകൂടി ഗ്രീറ്റ് ചെയ്യാൻ ഇപ്പൊ ഓടി എത്തിയിട്ടുണ്ട്. ഈ പാട്ട് ഏതാ ഷെയ്നെ? ഇത് ടൈറ്റിൽ സോങ് കുട്ടിച്ചാത്തൻ സീരിയലിന്റെ. ശ്രദ്ധ എടോ അമ്മയുണ്ടാ, പിന്നെ ഓർമ്മയുണ്ടാ? ആന്റി ഹായ്. അങ്ങനെ ഇതാ കുട്ടിച്ചാത്തന്റെ ആ കുട്ടികളാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. എല്ലാരും വളർന്നു വലിയ ആൾക്കാരൊക്കെ ആയി. എനിക്ക് ഡെബ്യൂട്ട് ചെയ്തില്ല ഇവിടെ ഒരു പടത്തിൽ താൻ അഭിനയിച്ചില്ല. ഡാൻസ് പാർട്ടി എന്ന സിനിമയിലെ നായിക കൂടിയാണ്. ശ്രദ്ധയ്ക്കൊരു നല്ല കൈയടി കൊടുത്തേ. എനിക്ക് ശ്രദ്ധ അവിടെ നിന്ന് ചോദിക്കുന്നത് എനിക്ക് കേൾക്കായിരുന്നു, എന്നെ ഓർക്കോ ഷെയ്നാണെങ്കിൽ ഉണ്ടല്ലോ ആന്റി അങ്കിളെ ശ്രദ്ധ ചമ്മി. ശ്രദ്ധയുടെ അമ്മൂമ്മേനാണ് കൂടുതൽ കമ്പനി. ഞങ്ങൾ ശ്രദ്ധയുടെ കൂടെ കൂടുതൽ വന്നോണ്ടിരുന്നത് അമ്മൂമ്മയായിരുന്നു ആ സമയത്ത് ഷൂട്ടിനെല്ലാം. അമ്മൂമ്മയായിരുന്നു ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഓർമ്മ മൊത്തം അമ്മൂമ്മേനെ പറ്റിയാണല്ലേ. പറഞ്ഞാലും കുട്ടിച്ചാത്തല്ലേ നമ്മൾ കണ്ടില്ല, അഭിരാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ശ്രദ്ധയാണ്. ഇപ്പം വളർന്ന് മിടുക്കിയായി ഡോക്ടറാണ്. പിന്നെ അതെ, അതാണ് താൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ ഡാൻസ് പാർട്ടിയിലെ നായികയായിട്ട് എത്തിക്കഴിഞ്ഞു. എന്താണ് ഷെയ്ൻ്റെ അന്നത്തെ, ഞങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ഷെയ്നെ ആട്ടോ അറിയേണ്ടത്. കുട്ടി ഷെയ്ൻ എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ ഷെയ്നെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. കുട്ടി ഷെയ്ൻ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഒപ്പം കളിക്കാനൊക്കെ വരുമായിരുന്നോ? പിന്നെ പക്ഷേ പണ്ടേ സംസാരത്തിൽ കുറച്ച് ഇതായിരുന്നു, ഞാനും സംസാരിക്കില്ലായിരുന്നു പണ്ട്. ഷെയ്നെ പറ്റി എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, എനിക്കൊരു അടി തന്നിട്ടുണ്ട് ഷെയ്ൻ. ഓഫ് സ്ക്രീൻ ഓർമ്മയുണ്ട്. എന്തിനാ അടി ഉണ്ടാക്കിയ? അത് ഞാൻ പറയാം, ഒരു വാട്ടർഫോളിന്റെ അവിടെ ആയിരുന്നില്ലേ? ഓർമ്മയുണ്ട്. വാട്ടർഫോളിന്റെ ഇടയ്ക്കായിരുന്നു ഞങ്ങൾക്ക് ഷൂട്ട്. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞാൽ സാറ് വഴക്ക് പറയും, ഹാരിസൺ സാറ്, ഓക്കെ, ഡയറക്ടർ. ഓക്കെ. ഇവൻ വെള്ളം എടുത്തിട്ട് മേലേക്ക്
മേലേക്ക് ഒഴിച്ചോണ്ടിരുന്നു. Okay. സാർ എന്നെ വഴക്ക് പറഞ്ഞു, കണ്ടിന്യൂറ്റി കളയുന്നതിന്. അപ്പൊ ഞാൻ ജൈസ ചെറുതായിട്ടൊന്ന് തള്ളി. ഷെയ്നെ ആ ഷെയ്ൻ വന്ന് ഇങ്ങോട്ട് വീണു. അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പട്ടിയെന്ന് റെഡി നേരെ ഇവിടെ ആനിമൽ അല്ല അങ്ങനെ ഒരു ദേഷ്യം വന്നാൽ ഏയ് ഞാൻ അത് വളരെ Reflex ആദ്യമായിട്ട് അന്ന് അങ്ങനെ സംഭവിച്ചത്. പിന്നെ അതിനുശേഷം സംഭവിച്ചിട്ടില്ല അടിച്ചിട്ടില്ല. ഇല്ലില്ല. ആദ്യത്തെ അവസാനത്തെ അടി എന്ന് വിചാരിക്കും. അങ്ങനെ ഓർക്കുന്നു അല്ലേ നായികനെ കൈവച്ച നായകൻ അന്ന്. അങ്ങനെയൊന്നും ഇട്ടില്ല കേട്ടോ, ക്യാപ്ഷൻ ഒന്നും ഇട്ടേക്കല്ലേ കേട്ടോ ലാസ്റ്റ്. ഇനിയിപ്പോ അത് മതി കുറച്ചാൾ. ഇല്ല കേട്ടോ, പാവാണ്. അന്ന് മാത്രം എന്തോ അത് ഞാൻ ചെയ്തോണ്ടാ ഞാൻ തള്ളി തറയിലിട്ടു. അത് പിള്ളേരെ പോലെ, പക്ഷെ അങ്ങനത്തെ ഒരു അടി പോലെ അല്ല കേട്ടോ. അങ്ങനെ ചുമ്മാ ഒരു തട്ട് ചുമ്മാ അങ്ങനെ സംഭവിച്ചു പക്ഷേ കയ്യിൽ നിന്ന് പോയതാ. ഇപ്പൊ വേണമെങ്കിൽ ഒരു ഇത് പറഞ്ഞോ, അത് ചുമ്മാ അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഞങ്ങൾ സോൾവ് ആയിരുന്നു കാര്യം. എന്നാലും അധികം മിണ്ടുന്ന ആളല്ലായിരുന്നു അല്ലേ അങ്ങനെ ഒരുപാടായിട്ട്. പക്ഷെ എന്നാൽ ഇത്രയും വളർന്ന് മലയാളത്തിന്റെ ഒരു താര പദവിയിൽ ഷെയ്ൻ നിഗം എത്തും അന്ന് ശ്രദ്ധയ്ക്ക് തോന്നിയിരുന്നോ? ഷെയ്ൻ അന്നേ ഭയങ്കര കാലിബറാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇത്രയും വലിയൊരു നിലയിലെത്തിയ ഐ എം പ്രൗഡ്. കാരണം ഞാൻ കുഞ്ഞിലേ കാണുന്നൊരു മുഖമാണ് സൂപ്പർ ഡാൻസർ തൊട്ട് തന്നെ. സൂപ്പർ ഡാൻസറിൽ നിങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? സൂപ്പർ ഡാൻസിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ കുട്ടിച്ചാത്തന്നെ ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. ചൈൽഡ്ഹുഡ് പകുതി അവിടെ ആയിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ ആകും അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ റിയലി ഹാപ്പി. അല്ല എന്നാലും ഈ പറഞ്ഞാൽ അന്നേ പെട്ടെന്ന് സ്ക്രിപ്റ്റ് പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നോ ഷെയ്ന്? പെട്ടെന്ന് സ്ക്രിപ്റ്റ് തെറ്റാതെ പറയുക, റീടേക്ക് പോവാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും അങ്ങനെ സംഭവമൊന്നുമില്ല. അന്നൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു പ്രായമല്ലല്ലോ. നമ്മൾ 8th 9th 7th സ്റ്റാൻഡേർഡിൽ ഡാൻസറിന് പോയി. 8th ഹലോ കുട്ടിച്ചാത്തൻ, എൻ്റെ 9th 2 വർഷം ഉണ്ടായിരുന്നു. 2 പാർട്ടൊക്കെ ആയിരുന്നു. സുനിലാണ്ടിയാണ് കമ്പനി ആയിരുന്നത്. ഉമ്മച്ചിയായിട്ട്. അതുമല്ല ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഷെയ്ൻ്റെ ഇപ്പോൾ ഇത്രയും പടങ്ങളായി മലയാളത്തിൽ ഏറ്റവും പെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറായി മാറിക്കഴിഞ്ഞു. സോ ഷെയ്ൻ്റെ ഒരു ആക്ടർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണ് ശ്രദ്ധ? കാരണം ഇപ്പോൾ ശ്രദ്ധ ഈസ് ഓൾസോ ആൻ ആക്ട്രസ്. സോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്തായിരിക്കും ഷെയ്നിൽ? ഭയങ്കര നാച്ചുറൽ ആക്ടറാണ്. ഭയങ്കര സ്പോണ്ടേനിയസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, സ്പോണ്ടേനിയസ് നാച്ചുറൽ ആക്ടറാണ്. കണ്ടുകൊണ്ടിരിക്കാൻ സ്ക്രീൻ പ്രസൻസ്. പക്ഷെ അന്നും അങ്ങനെയായിരുന്നോ? വളരെ നാച്ചുറൽ, ഓവർ ആക്കാതെ. അന്ന് നിങ്ങളൊക്കെ ഇച്ചിരി പൊടിക്കോ? ഞങ്ങളൊക്കെ ഭയങ്കര ഓവറായിരുന്നു. ഞാൻ കാണുമായിരിക്കും ഓ എന്താണ്, പക്ഷെ അന്നും ഷെയ്ൻ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. വെരി നാച്ചുറൽ. പറഞ്ഞല്ലോ തെസ്റ്റി ചേച്ചിക്ക് പറഞ്ഞല്ലോ ഇൻബോൺ ആക്ടർ ആണ്. ഓക്കെ, അപ്പൊ എന്താണേലും ശ്രദ്ധ രണ്ടൊരു പാട്ടെങ്കിലും ഷെയ്നിന് വേണ്ടി പാടി കൊടുക്കുമോ? ചുമ്മാ രസമല്ലേ നിങ്ങൾ അന്നൊക്കെ ഇരുന്ന് അന്നത്തെ കുട്ടിച്ചാത്തൻ ഓർമാസ് എന്തെങ്കിലും? എന്തോ പാട്ട് ചേച്ചി ടൈറ്റിൽ സോങ് പാടിക്കോ. ഹലോ ഹലോ ഹലോ. എന്നാലും ശ്രദ്ധ പത്തനംതിട്ടയിൽ നിന്നാണ് ഓടി വരുന്നതെന്ന് തോന്നുന്നു. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഓടി വന്നിരിക്കുകയാണ്. സ്റ്റാറിനെ കാണാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ വരണ്ടേ? എന്താണോ തനിങ്ങനെ പറ. പക്ഷെ വന്ന 2 പേരെയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞെട്ടിയില്ലേ? മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഞെട്ടിച്ചോണ്ടിരിക്കുകയല്ലേ? അതാണ്. അപ്പൊ എന്തായാലും ശ്രദ്ധയ്ക്ക് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. കാരണം ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഓടി വന്നതിന് ശ്രദ്ധ. എന്ന് പറയാൻ ഞങ്ങള് എന്താ പറയാ, ഇതാ പറഞ്ഞ പകുതി ഞങ്ങളുടെ സ്കൂൾ ടൈമോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എത്രയോ നാൾ ഒരുമിച്ച് ആ മറ്റേ എന്താണ് ബംഗ്ലാവിന്റെ പേരെന്താണ്, പൂച്ചി ബംഗ്ലാവ് ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. പൂച്ചികളായിരുന്നു അതിനകത്ത്. അങ്ങനത്തെ ഒരു ബംഗ്ലാവിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറെ പിള്ളേരും. അല്ല അന്നും ഇപ്പം കഴിഞ്ഞ തവണ വെയിലില് അമ്മ വന്നിരുന്നു പറഞ്ഞു മഴയത്തൊക്കെ ഇറങ്ങി നടക്കും ഷെയ്ന്. അന്ന് അങ്ങനെ അത്രയും അന്ന് വട്ടില്ല. അന്ന് അത്ര വട്ടില്ല. ഓക്കെ, ചുമ്മാ ചോദിച്ചാ കേട്ടോ, കാരണം പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ശ്രദ്ധ താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. ശ്രദ്ധ ഇപ്പം ഡോക്ടർ ശ്രദ്ധ ഗൂഗിളാണ്. മലയാളത്തിൽ ഡെബ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പം മലയാളം തമിഴ് തുടങ്ങി സിനിമാ ലോകം കീഴടക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വിഷ് ചെയ്യുന്നു. അല്ല ഷെയ്ൻ എന്തെങ്കിലും പറയൂ, വിഷ് ചെയ്യൂ. എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രദ്ധ എന്തോ പണ്ട് ശ്രദ്ധേനെ എന്താ വിളിച്ചുകൊണ്ടിരുന്നേ? കുട്ടിച്ചാത്തൻ ശ്രദ്ധ തന്നെ. ഓക്കെ, അങ്ങനെ വിളിപ്പേരൊന്നും ഇല്ല. എടോന്നൊക്കെ ആയിരുന്നു. നവനീതിനെയൊക്കെ കോണ്ടാക്ട് ഉണ്ടോ? ഇടയ്ക്ക് അഭിരാമ ചേച്ചി ആയിട്ടുണ്ട്. നവനീതിന് ഇടയ്ക്ക്. ഷെയ്ൻ്റെ ആണ് ശരിക്കും കോണ്ടാക്ട് വിട്ടുപോയത് എനിക്ക്. ആണല്ലേ? നമ്പറും എല്ലാം പോയി. പിന്നെ ഞാൻ പഠിക്കാൻ പോയ ശേഷം ഫുൾ ഇതായി പോയി. ഇപ്പൊ കണ്ടില്ലേ, സന്തോഷം അല്ലേ? ഹാപ്പി. വലിയ കൈഡി കൊടുക്കാം ശ്രദ്ധ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. ഓമ്മോ, ഈ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാനൊരു അല്ലേ ഒരു പ്രത്യേക സന്തോഷം ബ്രോ. താങ്ക് യു സോ മച്ച്.
ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യണേനെ വാപ്പച്ചീനെയാണോ ഷെയ്ൻ? യെസ്.